നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രമേയവുമായി സർക്കാർ. പരീക്ഷയിൽ ഉണ്ടായ വീഴ്ചകൾക്കെതിരെയും നീറ്റിന്റെ നിലവിലെ നടത്തിപ്പിലും അതൃപ്തി അറിയിച്ച് നിയമസഭ ഇന്ന് പ്രമേയം പാസാക്കും. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചകളും സഭയിൽ ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിട്ട് ഡിസൂസ ചേരുകയാണ്. അൻഫിട്ട്, നീറ്റിൽ ഇന്നിപ്പോൾ പ്രമേയം കൊണ്ടുവരികയാണ് സഭയിൽ. പ്രതിപക്ഷവും അതിനെ അനുകൂലിക്കുമല്ലോ അല്ലേ? തീർച്ചയായും മായ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോണാണ് ഇന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ഇന്ന് പ്രമേയം അവതരിപ്പിക്കുക. ഈ ഒരു വിഷയത്തിൽ ദേശീയ തലത്തിൽ രാജ്യവ്യാപകമായി നീറ്റ് പരീക്ഷ നടന്നതിൽ വ്യാപക ക്രമക്കേട് നടക്കുകയും നീറ്റ് പരീക്ഷ നടത്തിപ്പിലുണ്ടായ വീഴ്ച ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് കേരള നിയമസഭ പ്രമേയം പാസാക്കുന്നത്. മാത്രവുമല്ല, നിലവിലെ നീറ്റ് പരീക്ഷാ സംവിധാനം പുനഃസംഘടിപ്പിക്കണമെന്നാണ് ആവശ്യം. പ്രമേയത്തിലെ പ്രധാനമായും ആവശ്യം പരീക്ഷാ നടത്തിപ്പ് പുനഃസംഘടിപ്പിക്കുക, പരീക്ഷ നടത്തിപ്പ് പരിഷ്കരിക്കുക തുടങ്ങിയവയാണ് പ്രമേയത്തിലെ പ്രധാന ആവശ്യം. നിലവിൽ ഈ നീറ്റ് പരീക്ഷയുമായി രാജ്യത്തുണ്ടായ ഒരു വൻ നാണക്കേടാണ്. നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ പോലും ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന രീതിയിൽ ഈ പരീക്ഷ കൃത്യമായി തന്നെ കാര്യക്ഷമമായും സുതാര്യമായും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ നിലവിലെ സംവിധാനം പരിഷ്കരിക്കണമെന്നും നിലവിൽ നടത്തിയ നീറ്റ് പരീക്ഷാ ക്രമക്കേട് നിലവിലെ സംവിധാനത്തിൽ ഉണ്ടായ വീഴ്ചയും ചൂണ്ടിക്കാട്ടിയാണ് കേരള നിയമസഭ പ്രമേയം പാസാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രമേയം അവതരിപ്പിക്കുന്ന പ്രമേയം പ്രതിപക്ഷം ഉൾപ്പെടെ പിന്തുണയ്ക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം 3 BJP അംഗങ്ങളുണ്ട്. BJP അംഗങ്ങളുടെ നിലപാട് എന്താണ് എന്നതിൽ വ്യക്തതയില്ല. രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേട്, ഇപ്പോൾ നടക്കുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സംവിധാനത്തിന്റെ പാളിച്ചയും വീഴ്ചയ്ക്കുമെതിരെ കൃത്യമായി കർശനമായ നിലപാട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൈക്കൊള്ളണമെന്ന് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമുണ്ട്. അതനുസരിച്ചാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കൂടിയായ കേരള നിയമസഭയിൽ ഇതിനെതിരെ പ്രമേയം പാസാക്കുന്നത്. ഇന്ന് നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയുടെ 2ാം ദിനമാണ്. വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചകളും ഇന്നുണ്ടാകും. അതോടൊപ്പം തന്നെ നിലവിലുണ്ടായിരിക്കുന്ന വിവാദ വിഷയങ്ങൾ നിരവധിയാണ്. PMC, അതോടൊപ്പം തന്നെ വീര്യംകുറം മദ്യത്തിന് നികുതി ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നേരിടുന്ന പ്രതിപക്ഷ ആരോപണങ്ങളിലും വിവാദങ്ങളിലുമൊക്കെ തന്നെ ഇന്ന് ധനാഭ്യർത്ഥന ചർച്ചകളിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയും ചെയ്യും. മായ, അൻഫിട്ട്, ഇന്നിപ്പോൾ ക്യാബിനറ്റ് ഉണ്ട്. സാധാരണ ബുധനാഴ്ചയാണ് പതിവ്. അതിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയായിട്ടും ഇന്ന് ക്യാബിനറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഒട്ടേറെ വിഷയങ്ങളുണ്ട്. പ്രധാന അജണ്ട എന്താണ് ഇന്നിപ്പോൾ ക്യാബിനറ്റ്? ഇന്ന് രാവിലെ 8 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരും. അതായത് നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷമാകും സഭാ സമ്മേളനം ആരംഭിക്കുക. പ്രധാനമായും ഇന്ന് നിരവധി വിഷയങ്ങൾ ഇന്ന് ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് PSCയുമായി ബന്ധപ്പെട്ട് PSC നടത്തിപ്പിലുണ്ടായ ക്രമക്കേടും, അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന പരീക്ഷ ആസൂത്രണ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷയിലുണ്ടായ ക്രമക്കേടും മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ നിരവധി പരാതികൾ PSCയുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ട്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ ഇന്നലെ PSCയുടെ ബോർഡ് യോഗം ചേർന്ന് ഒരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണമൊക്കെ നടത്തിച്ചും പരീക്ഷ പുനർമൂല്യനിർണ്ണയമൊക്കെ പ്രഖ്യാപിച്ചുവെങ്കിലും സർക്കാർ തൽക്കാലം തൃപ്തരല്ല. നിരവധി പരാതികളാണ് PSCയുമായി ബന്ധപ്പെട്ട് സർക്കാർ വന്നിട്ട്. ആ വിഷയം ഇന്ന് ക്യാബിനറ്റ് ചർച്ചയിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി വിഷയം ഇന്ന് PMCയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സർക്കാരിന് അഭിമുഖീകരിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടനയും ഒക്കെ സർക്കാർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാണ്. ഇത് ഒരുപക്ഷെ ക്യാബിനറ്റിന്റെ ചർച്ചയിൽ അജണ്ടയിലില്ലെങ്കിൽ പോലും ചർച്ചയ്ക്കുള്ളിൽ വരുമെന്ന് കരുതുന്നു. മറ്റൊരു പ്രധാനമായും ക്യാബിനറ്റിൽ നിന്ന് വരാൻ പോകുന്നത് മലബാർ മേഖലയിലെ പ്ലസ് ടു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സീറ്റുകൾ, +1 സീറ്റുകൾ കൂടുതലായ 120 സീറ്റുകൾ തൽക്കാലം ബാച്ചുകൾ പുതുതായി അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ശുപാർശയുണ്ട്. ആ നിർദ്ദേശം ഒരുപക്ഷെ ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി അതിരൂക്ഷമായാണ് നിൽക്കുന്നത്. അത് വിദ്യാഭ്യാസ വകുപ്പാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മന്ത്രിസഭയിൽ വച്ചിരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ വന്നുവെങ്കിൽ അത് പരിഗണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്തവണത്തെ മന്ത്രിസഭയിൽ അത് പരിഗണിക്കുമെന്നാണ് ചില സൂചനകൾ വരുന്നത്. അങ്ങനെയെങ്കിൽ മലബാർ മേഖലയിൽ 120 അധിക ബാച്ച്, താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. മറ്റൊരു വിഷയം ശ്രദ്ധേയമാകുന്ന സർക്കാർ തലത്തിൽ നിലവിലെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ജയാതിലക്, അദ്ദേഹം ഇന്ന് ചീഫ് സെക്രട്ടറി വിരമിക്കുകയാണ്. ഇന്ന് അദ്ദേഹം വിരമിക്കുന്നു. വൈകിട്ട് അദ്ദേഹത്തിന് 3 മണിക്കാണ് ദർബാർ ഹാളിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായി സർക്കാർ നൽകുന്ന യാത്രയയപ്പ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ന് പദവി ഒഴിയുമ്പോൾ വൈകിട്ട് 4 മണിയോടുകൂടി അദ്ദേഹം പദവി ഒഴിയുമ്പോൾ പുതിയ ചീഫ്
സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചുമതല ഏൽക്കുകയും ചെയ്യുന്നുണ്ട്. ബിശ്വനാഥ് സിൻഹ നമുക്കറിയാം നിലവിൽ ആഭ്യന്തര അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ബിശ്വനാഥ് സിൻഹയാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് ബിശ്വനാഥ് സിൻഹയെ പുതിയ ചീഫ് സെക്രട്ടറിയായി തീരുമാനിച്ചത്. ഇന്ന് പുതിയ ചീഫ് സെക്രട്ടറി ഇന്ന് അധികാരമേൽക്കുകയും ചെയ്യുന്നുണ്ട് മായ.